ഒരു കാലത്ത് അരങ്ങ് വാണിരുന്ന ഗോപ്രോയ്ക്ക് ഒരു ശക്തനായ എതിരാളിയായിട്ടാണ് ഇൻസ്റ്റ സീരീസ് ഉണ്ടായിരുന്നത്. ഇൻസ്റ്റ 360 വളരെ ജനകീയമായൊരു മോഡലായിരുന്നു. അതിനുശേഷം ഒരുപാട് മോഡലുകൾ ഇൻസ്റ്റയിൽ നമ്മൾ കണ്ടു. അതെല്ലാം വൻ വിജയമായിരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായിട്ട് ഇൻസ്റ്റയിൽ നിന്ന് പുതിയ ഒരു അതിഥി കൂടി ആ കുടുംബത്തിലോട്ട് എത്തുകയാണ്. ഇൻസ്റ്റ X4 എന്നാണ് അതിൻ്റെ പേര്. ഒരുപാട് പുതിയ സവിശേഷതകളും എഐയുടെ സാങ്കേതിക തികവുമായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാമറയാണ് X4 എന്ന് പറഞ്ഞാൽ. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ കൂടെ കരുതാൻ ഉദ്ദേശിക്കുന്ന വ്ളോഗേഴ്സിന്, ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്ക്, വെള്ളത്തിനടിയിൽ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, വളരെ റഫായിട്ട് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എവിടെയും ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ബാഗിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടന്നോളൂ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സീരീസിനെ ജനകീയമാക്കിയത്. മാത്രമല്ല ഇൻവിസിബിൾ ഇൻസ്റ്റ സ്റ്റിക്ക് എന്നൊരു ഡിവൈസും കൂടി ഇതിനോട് ആദ്യം തൊട്ടേ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 3 ടൈപ്പ് ഓഫ് ലെങ്തിൽ അത് കിട്ടുന്നുണ്ട്. വളരെ ഉയരത്തിൽ വരെ നമുക്കത് പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇൻവിസിബിൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണെങ്കിലും ആ സ്റ്റിക്ക് ഫ്രെയിമിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇതിനെ കുറച്ചുകൂടി ആകർഷണം കൊണ്ടുവരാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ ഇൻസ്റ്റ X4 വരുമ്പോഴത്തേക്കും ഷൂട്ട് ഫസ്റ്റ് ഫ്രെയിം ലേറ്റർ എന്നൊരു മുദ്രാവാക്യവുമായിട്ട്, അങ്ങനെ ഒരു പോളിസിയുമായിട്ടാണ് കമ്പനി വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രെയിം ഒന്നും സെറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് എഐയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ഫ്രെയിം ചെയ്ത് എടുക്കാം. നമുക്ക് ആവശ്യമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അതിനെ ഫ്രെയിം ചെയ്തെടുക്കാം. 2-3 ഓബ്ജക്റ്റുകൾ ഒരുമിച്ച് വരുന്ന ഒരു ഫ്രെയിമാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് അതിൻ്റെ സെൻട്രൽ സബ്ജക്റ്റ് വരേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യേണ്ടത്, ഒരെണ്ണം വേണമെങ്കിൽ ഒഴിവാക്കാം, മറ്റെണ്ണത്തിനെ മാത്രം നിർത്തിക്കൊണ്ട് റീഫ്രെയിം ചെയ്യാനുള്ള എഡിറ്റിംഗ് ടേബിളിൽ ചെയ്യേണ്ട പണി എഡിറ്റിംഗ് ടേബിളിൽ അല്ലാതെ ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള ഒരു വിദ്യ ഇതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. 4Kയിലാണെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. 2.7Kയിലാണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോയിസ് റിഡക്ഷനാണ്. എത്ര ഹൗളിംഗ് ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും, കാറ്റൊക്കെ പിടിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും നമുക്കിത് ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ 33 അടി വരെ കേസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ക്യാമറയെ ഉപയോഗിക്കാൻ പറ്റും. അതിനും താഴോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു എക്സ്ട്രാ കേസ് കൂടെ കൊടുക്കേണ്ടി വരും. പിന്നെ ലെൻസിനകത്ത് നമുക്ക് റിമൂവബിളായിട്ട് അതിനൊരു കേസും കൂടെ വരുന്നുണ്ട്. ലെൻസ് സ്ക്രാച്ച് ആവാതിരിക്കാനുള്ളൊരു ഡിവൈസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഊരി മാറ്റാം. നമുക്ക് വളരെ ക്ലാരിറ്റിയോട് ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് മാത്രം അതെടുക്കാം. പക്ഷേ റഫായിട്ട് നമ്മൾ ട്രാവലിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കേസ് കൊടുക്കുന്നതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാവലിലാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ബൈക്കിലേക്ക് ഒട്ടിച്ച് വയ്ക്കും, അങ്ങനെയൊക്കെ ഉപയോഗിക്കും, കുട്ടികളെടുക്കുക, അഴുക്ക് പറ്റും, അങ്ങനെയുള്ള പല കേസുകൾ വരുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഡിവൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ലോഗേഴ്സിന് സീരിയസ് ആയിട്ടൊക്കെ ലോഗ് ചെയ്യുന്നവർക്ക്, പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് പോലും എല്ലാ സ്ഥലത്തും ഒരുപോലെ ക്യാമറ തിരക്കിനിടയിലും അല്ലെങ്കിൽ അത്യാവശ്യം അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് വില കൂടിയ ക്യാമറകൾ ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ സേഫ് അല്ലാതെ വരും. ആ സ്ഥലങ്ങളിലാണ് ഇൻസ്റ്റ കൂടുതൽ അവർക്ക് ഉപകാരപ്രദമാവുന്നത്. കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പോലും, പ്രത്യേകിച്ച് വളരെ പൊക്കത്തിലൊന്നും അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതെ നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. വെള്ളം ഉള്ള സ്ഥലത്ത് വെള്ളത്തിൽ വീണാലും ഈ ക്യാമറയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. ഏത് ഫ്രെയിമാണെന്ന് നോക്കാണ്ട് ഷൂട്ട് ചെയ്തിട്ട് റീഫ്രെയിം ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി സവിശേഷതകളാണ് X4-നുള്ളത്. എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത ഇതിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. നമ്മൾ എത്ര ജർക്കിലാണെങ്കിലും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഷെയ്ക്കുള്ള സ്ഥലത്തൊക്കെയാണ് ഷൂട്ട് ചെയ്തെങ്കിലും ഒരു രീതിയിലും ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റെബിലൈസേഷൻ മോഡും കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2.5 ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ നമ്മൾ ഗസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ടും റെക്കോർഡിംഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്നൊരു ഓപ്ഷനുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ക്യാമറ ഏത് രീതിയിൽ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. തൊട്ടടുത്തല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ക്യാമറയെ ഫിക്സ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ കിണറിനകത്ത് അല്ലെങ്കിൽ കുഴൽക്കിണറിൻ്റെ അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യാറുണ്ടല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ഒരു നിശ്ചിത ഡിസ്റ്റൻസിനകത്താണെങ്കിൽ ആ ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് റെക്കോർഡിംഗ് ഓൺ ചെയ്ത് അതിനെ ഇറക്കി വിടുക മാത്രമേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഇത്രയും പ്രത്യേകതകളും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടൊപ്പം കിട്ടുന്നുണ്ട്. അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡീപ് ട്രാക്ക് 3.0 എന്നൊരു ഓപ്ഷനാണ്. ഇപ്പോൾ 2-3 സബ്ജക്റ്റുകൾ വരുന്ന ഒരു വീഡിയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏതിനെയാണോ ഫോക്കസ് ചെയ്യേണ്ടത്, മെയിൻ ഒബ്ജക്റ്റ് ഏതാണെന്ന് നമ്മൾ പിന്നെ അതിന് എടുത്തതിന് ശേഷമാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഡീപ് ട്രാക്ക് 3.0 ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് ഹൈലൈറ്റായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ്
Insta360X4ൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റ സീരീസിൽ ഒരു ട്രാവലിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ക്യാമറ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് Insta X4. താങ്ക് യു.